ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് പത്തിരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ട് രാവിലെ തന്നെ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് പത്തിരിയാണ്. പത്തിരിക്ക് നമ്മൾ കറിയായിട്ട് മുട്ടക്കറിയാണ് കേട്ടോ. ഒരു റെസിപ്പി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചായ തിളക്കുന്നുണ്ട്, ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി ഞാൻ വാട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചിട്ട് വാട്ടി ഉണ്ടാക്കുകയാണ്. പത്തിരി ചെയ്യുമ്പോൾ 10 പണി എന്നാണ് എൻ്റെ ഉമ്മ എപ്പോഴും പറയൽ കേട്ടോ. പക്ഷേ നമുക്ക് അത്ര വലിയ പണിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അത് കുഴക്കലും പരത്തലൊക്കെയാണ് ഒരു ചെറിയ പണി. അപ്പോൾ എന്നാലും അത് നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ നമുക്ക് അത്രയും നൈസായിട്ടുള്ള നല്ല പത്തിരിയൊക്കെ കിട്ടുള്ളൂ, സോഫ്റ്റ് ആയതും. അപ്പോൾ നന്നായി കുഴച്ച് അത് പത്തിരികളൊക്കെ പരത്തിയെടുത്തു. പിന്നെ തോനൊന്നും വേണ്ടില്ല, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു 10-20 ഉണ്ടാക്കിയാൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ പരത്തിയെടുത്തു കേട്ടോ. പത്തിരിക്ക് 10 പണിയാന്ന് പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എന്നുവെച്ചാൽ പരത്തലും കുഴക്കലും ചുടലും എല്ലാം ചെയ്യുമ്പോൾ അത് ഒരു പണി തന്നെയാണ്. അപ്പോൾ വേഗത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പാനിലൂടെ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ വേഗത്തിൽ തന്നെ അത് ചുട്ടെടുത്തു കേട്ടോ. പിന്നെ ഞാനിന്ന് പറഞ്ഞല്ലോ, ഒരു മുട്ടക്കറിയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മുട്ടക്കറി അല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ, ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഇല്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് 3 ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യുക, അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. അപ്പോൾ അത്യാവശ്യം ഒരു സൈഡ് ഒരു ഇതായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് മറിച്ചിടാൻ പറ്റുമെങ്കിൽ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അത് പെരുംജീരകവും കുരുമുളകും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കണ്ട, കുറച്ച് മല്ലിയില തൂവുക. അതേ ചൂടിൽ തന്നെ നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വേഗം വൃത്തിയാക്കിയിട്ടുണ്ട്, ആ സ്പേസൊക്കെ. എന്നിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.